സൂം ഡെസ്നി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ലഡാക്കിലേക്കാണ് യാത്ര. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് ട്രെയിനിൽ, അവിടെ നിന്നും മുംബൈയിൽ നിന്നും ലഡാക്കിലെ ലേയിലേക്ക്. രാത്രി 1:20 മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലിലെ ലോഞ്ച്. ഫ്ലൈറ്റിലേക്ക് കയറി. മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ഇൻ്റർനാഷണൽ വിമാനത്താവളം. അവിടുത്തെ ഡൊമസ്റ്റിക് ടെർമിനലാണ്. ഇന്ത്യയിലെ തിരക്കേറിയ രണ്ടാമത്തെ വിമാനത്താവളം. ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം. ഈ വിമാനത്താവളം ഇപ്പോൾ അദാനി ഗ്രൂപ്പും എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്നുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറായ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ലിമിറ്റഡാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടേത് ഒരു ടൂർ പാക്കേജാണ്. ഗ്രൂപ്പിലെ മറ്റംഗങ്ങളാണ് ഈ നടന്നു പോകുന്നത്. ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ലോഞ്ചാണിത്. ഞങ്ങളുടെ ഫ്ലൈറ്റിലേക്കുള്ള ഗേറ്റ് നമ്പർ അനൗൺസ് ചെയ്തു. എയർപോർട്ടിലെ ടെർമിനൽ 2 ആണിത്. ഒരു ഹെറിറ്റേജ് ടെർമിനൽ കൂടിയാണിത്. നമ്മുടെ പാരമ്പര്യം വിളിച്ചോതുന്ന പല മനോഹരമായ കാഴ്ചകളും ഇവിടെ കാണാം. വിമാനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. സമയം രാവിലെ 6:50. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഫ്ലൈറ്റ് യാത്ര പുറപ്പെടുന്നില്ല. അവസാനം ഏകദേശം 9:30 മണിയോളമായപ്പോൾ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നു, ലഡാക്കിൽ അതിതീവ്ര മഴയാണ്. ഇത്രയും നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ ലേയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്തു എന്ന്. ആകെ ടെൻഷനായി. യാത്ര ഉപേക്ഷിച്ച് തിരികെ വരേണ്ടി വരുമോ? ലേ എയർപോർട്ട് എയർഫോഴ്സിൻ്റെയാണ്. ചൈന ബോർഡർ ആണല്ലോ. മാത്രമല്ല അവിടുത്തെ പ്രത്യേക ഭൂപ്രകൃതി, അതായത് മലനിരകളാൽ ചുറ്റപ്പെട്ട ഭൂപ്രകൃതി കാരണം മിക്കവാറും ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഈ മലനിരകളിൽ തട്ടിവരുന്ന അതിഭയങ്കര കാറ്റ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് സിവിലിയൻ വിമാനങ്ങൾ ഉച്ചയ്ക്ക് മുമ്പാണ് സർവീസ് നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം സിവിലിയൻ വിമാനങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അനുമതിയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തു നിന്നാണ് യാത്ര തിരിച്ചത്. ഇന്ന് ഇതുവരെ പല്ല് തേച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, പ്രാഥമിക കാര്യങ്ങൾ ഒന്നും നടന്നിട്ടില്ല. രാവിലെ 7:20 ഫ്ലൈറ്റ് പുറപ്പെടേണ്ടിയിരുന്നത്. 10:20 ലേയിലെത്തേണ്ടതും. പ്രഭാതകൃത്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റുമെല്ലാം ലേയിലെ താമസ സ്ഥലത്ത് ചെന്നിട്ടാവാമെന്നും ഇന്ന് അക്ലിമറ്റൈസേഷന് വേണ്ടിയുള്ള വിശ്രമം ആകാമെന്നുമായിരുന്നു പ്ലാൻ. എന്നാൽ അവയെല്ലാം തെറ്റി. ഇതുപോലെയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കുള്ള യാത്രയിൽ അക്ലിമറ്റൈസേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അക്ലിമറ്റൈസേഷൻ ഇല്ലാതായതിൻ്റെ കുഴപ്പങ്ങൾ ഞാൻ ലഡാക്കിൽ പിന്നീട് നന്നായി അനുഭവിച്ചു. ആ അനുഭവങ്ങൾ വഴിയെ പറയാം ഇനിയുള്ള വീഡിയോകളിൽ. എന്തായാലും നാളെ ഇതേ സമയം വിമാനം പുറപ്പെടുമെന്ന് ഞങ്ങളുടെ ടീം മാനേജർ അറിയിച്ചു. തിരികെ ടെർമിനലിലേക്കുള്ള യാത്രയാണ്. വിമാനം ക്യാൻസൽ ആയതിനാൽ ഞങ്ങൾക്ക് ഇന്ന് മുംബൈയിൽ തങ്ങേണ്ടി വന്നു. താമസവും യാത്രയും ഭക്ഷണവുമെല്ലാം എയർലൈൻ്റെ വക, അതായത് ഇൻഡിഗോയുടെ വക. ഇങ്ങനെ യാത്രാമധ്യേ വിമാനയാത്ര മുടങ്ങുന്നത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്.
അതൊരു എക്സ്പീരിയൻസും കൂടിയാണ്. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ എന്തു ചെയ്യണമെന്ന് മറ്റും. ആദ്യം ചെറിയ ഒരു ടെൻഷനുണ്ടായിരുന്നു, യാത്ര മതിയാക്കി തിരിച്ച് തിരുവനന്തപുരത്തിന് പോകേണ്ടി വരുമോ എന്ന്. പാക്കേജിൽ തിരികെ പോകുന്നതിനുള്ള ടിക്കറ്റ് 5 ദിവസം കഴിഞ്ഞിട്ടാണ്. ഏതായാലും അത് വേണ്ടി വന്നില്ല. ഇന്നത്തെ ചെലവ് മുഴുവനും ഇൻഡിഗോയുടെ വക. ഫ്ലൈറ്റിൽ വെച്ച് കോഫിയും സ്നാക്സും ഫ്രീ ആയി തന്നിരുന്നു. ഫ്ലൈറ്റിനുള്ളിൽ സാധാരണ നല്ല റേറ്റാണല്ലോ എല്ലാത്തിനും, പക്ഷേ ഇപ്പോൾ ഫ്രീ ആയി കിട്ടി. ടെർമിനലിൽ തിരികെ എത്തി. മുകളിൽ കാണുന്നത് എയറോ ബ്രിഡ്ജാണ്. ടെർമിനലിൽ കിടക്കുന്ന വിമാനങ്ങൾ. താമസ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവിടേക്കുള്ള യാത്രാ ചിലവും ഇൻഡിഗോയുടെ വകയാണ്. ടെർമിനലിൽ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് തന്നു. ഒരു പാക്കറ്റ് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ കഞ്ഞി പോലുള്ള ഒരു സംഭവവും. എങ്കിലും കൊള്ളാമായിരുന്നു, നല്ലതായിരുന്നു, ഫ്രീയുമായിരുന്നു. മുംബൈ സാന്റാക്രൂസിലേക്കുള്ള യാത്ര. അവിടെയാണ് അക്കോമഡേഷൻ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ലഡാക്ക് യാത്രയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം മുതലുള്ള യാത്രകൾ അടുത്ത വീഡിയോകളിൽ. ഒരു വിമാനം പറന്നുയരുന്നത് കാണാം. ഇനിയുള്ള വീഡിയോകൾ എല്ലാ പേരും മറക്കാതെ കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.